ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഫാമിങ്ങുമായി ബന്ധപ്പെട്ട വിഷയമല്ല കേട്ടോ, എന്നാലും ബന്ധമുണ്ട് എങ്കിലും പൊതുവേ ഞാൻ പങ്കുവയ്ക്കാറുള്ള പോലെ ഫാമിലെ വിശേഷങ്ങളോ പശു സംരക്ഷണമോ ഒന്നുമല്ല ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അതേസമയം കുറച്ച് ദിവസമായി നമുക്ക് പാലിന് വില കൂട്ടുമോ അതേ തുടർന്ന് കാലിത്തീറ്റയ്ക്ക് വില കൂടുമോ എന്നൊക്കെയുള്ള ആശങ്കകൾ നമ്മൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ വീഡിയോയിലെ ഉള്ളടക്കം നിങ്ങളുമായി ഒന്ന് പങ്കുവെക്കണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിലുള്ളൊരു കണ്ടൻറ്റുമായിട്ട് ഇന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ ഒരു വർഷമായിട്ട് കൃത്യമായി പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം അതായത് 2024 ജൂൺ മാസമൊക്കെ ആയപ്പോഴേക്കും നമ്മുടെ ഈ ഒരു ഭാഗത്തൊക്കെ കാലിത്തീറ്റയ്ക്കും നിങ്ങളുടെ അവിടെയും അങ്ങനെ ആയിരിക്കാം ഒരുപക്ഷെ, കാലിത്തീറ്റയ്ക്കും മറ്റു തീറ്റകൾക്കും ഒക്കെ ക്രമാതീതമായിട്ട് വില വർദ്ധിച്ചു വന്നിരുന്നൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ചോളത്തണ്ട് കിട്ടാനില്ലാത്ത സാഹചര്യങ്ങളും അതിൻ്റെ പേരിൽ ഏജൻറ്റുമാർ ചോളത്തണ്ടിന് കിലോയ്ക്ക് 5 രൂപയ്ക്ക് മുകളിൽ വരെ വില നമ്മളിൽ നിന്നും വാങ്ങിയിരുന്നൊരു സാഹചര്യമൊക്കെ നിലനിന്നിരുന്നു. ഇതോടൊപ്പം തന്നെ സൊസൈറ്റിയിൽ നിന്നും ശരാശരി 42 രൂപ പോലും നമുക്ക് ലഭിക്കാത്ത സാഹചര്യങ്ങളുമായിരുന്നു ഈ ഒരു സമയത്ത് നമുക്കുണ്ടായിരുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞു വന്ന ഒരു ഭീകരമായ ഒരു വേനൽക്കാലമായിരുന്നു കഴിഞ്ഞ വർഷം നമ്മൾ കടന്നു പോകുന്നത്. ആ ഒരു വേനലിൻ്റെ ഭാഗമായിട്ട് ക്രമാതീതമായിട്ട് പാലുൽപാദനവും നല്ല രീതിയിൽ തന്നെ കുറവായിരുന്നു. ഈ ഒരു അവസ്ഥയിൽ മിക്ക ദിവസവും നമ്മൾ സൊസൈറ്റിയിൽ പോയിട്ട് പാലിന് വില കുറവാണ്, റീഡിങ് മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒച്ചപ്പാടിടാൻ മാത്രമേ നമുക്ക് നേരമുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഈ ഒരു സാഹചര്യത്തിൽ ഇടത്തരം കർഷകരെ സംബന്ധിച്ച് അവർ തീർത്തും ഈ മേഖലയിൽ നിന്നും നിർത്തിപ്പോകുവാൻ തുടങ്ങിയിരുന്നു. ഞങ്ങളാണെങ്കിൽ പോലും അയൽക്കൂട്ടങ്ങളിൽ നിന്നും ബാങ്കുകളിൽ നിന്നും ഒക്കെ വായ്പകൾ എടുത്ത് പശുക്കളുടെ എണ്ണം കൂട്ടുകയും പുതിയ തൊഴുത്ത് പണിയുകയും ഒക്കെ ചെയ്തിരുന്നു. ഓരോ ദിവസവും ഇത്തരം സാഹചര്യങ്ങൾ തുടർന്നു വന്നപ്പോൾ നിർത്തിപ്പോയാലോ എന്നുവരെ പലവട്ടം ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. ഈ ഒരു അവസരത്തിലാണ് ഞങ്ങളുടെ ഒരു സുഹൃത്ത്, അദ്ദേഹവും ക്ഷീരകർഷകൻ തന്നെയാണ്, നമ്മളോടൊരു ആശയം പങ്കുവയ്ക്കുന്നത്. നമുക്ക് പരിചയത്തിലുള്ള കുറച്ച് ക്ഷീരകർഷകരെ ചേർത്തിട്ട് ഒരു സ്വാശ്രയ സംഘം പോലെ രൂപീകരിച്ച് തീറ്റച്ചെലവ് കുറയ്ക്കുവാനുള്ള എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തിയാലോ എന്നായിരുന്നു ആ ആശയം. കേട്ടപ്പോൾ ആശങ്ക തോന്നിയെങ്കിൽ പോലും പ്രതീക്ഷ വെച്ച് അവരോടൊപ്പം ചേരുവാൻ തീരുമാനിച്ചു. ഈ ഒരു മേഖല വിട്ടുപോയാൽ ഒരു വശം ചിന്തിക്കുമ്പോൾ നമുക്ക് കൃത്യമായൊരു വരുമാനമാണ്, എങ്കിൽ പോലും ചിലവ് ക്രമാതീതമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വരവ് ഇങ്ങനെ കുറഞ്ഞു വരികയും ചെയ്യുമ്പോൾ എന്ത് ചെയ്യുമെന്ന് പകച്ചു നിൽക്കുന്നൊരു സാഹചര്യമായിരുന്നു അന്ന് നിലനിന്നിരുന്നത്. എങ്കിൽ കൂടിയും ഒരിക്കൽ കൂടി ഒന്ന് കൂട്ടായി പരിശ്രമിച്ച് നോക്കാം എന്ന് തോന്നി അവരോടൊപ്പം സംഘത്തിൽ ചേർന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് ക്ഷീരകർഷകർ ചേർന്ന് 2024 ഓഗസ്റ്റ് 26 ഡയറി ഡ്രീംസ് എന്ന പേരിൽ സംഘം രൂപീകരിക്കുകയും പിന്നീടത് WSS എന്ന സംഘടനയുടെ കീഴിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിച്ചു വരികയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം വിജയകരമായി 1-ാം വാർഷികം സകുടുംബം ആഘോഷിച്ചതിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങൾ ഈ വീഡിയോയിലുടനീളം കാണുന്നത്. നിലവിൽ 12 അംഗങ്ങളാണ് ഈ സംഘത്തിലുള്ളത്. ഡയറി ഡ്രീംസ് എന്ന് പറയുന്ന സംഘത്തിൽ ഞങ്ങളുടെ ഭർത്താക്കന്മാർ, അതായത് ക്ഷീരകർഷകരായ ഭർത്താക്കന്മാർ ചേർന്ന് രൂപീകരിച്ച സംഘമാണ് ഡയറി ഡ്രീംസ്. അതുപോലെ തന്നെ ഈ 12 ക്ഷീരകർഷകരുടെയും ഭാര്യമാരെ ചേർത്തിട്ട് ഡയറി ക്യൂൻസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഏകദേശം ഒരു 5-6 മാസമായി ഞങ്ങളങ്ങനെ സെപ്പറേറ്റ് ഒരു സംഘം രൂപീകരിച്ച് ഞങ്ങളും പ്രവർത്തിച്ചു വരുന്നു WSSൻ്റെ കീഴിൽ തന്നെ. അപ്പം ഈ ഒരു സംഘം കൊണ്ടുണ്ടായിട്ടുള്ള പ്രധാന ഗുണങ്ങളെന്ന് പറഞ്ഞാൽ 5 പശുക്കളിൽ കൂടുതൽ വളർത്തുന്നവരാണ് ഞങ്ങളിൽ മിക്ക ക്ഷീരകർഷകരും ഈ സംഘത്തിലുള്ളത്. സാധാരണ 1-2 പശുക്കളെയൊക്കെ വളർത്തുന്നവരെ സംബന്ധിച്ച് അവയ്ക്ക് പുല്ല് പോലുള്ള തീറ്റ വസ്തുക്കൾ നമുക്ക് ചുറ്റുവട്ടമുള്ള തൊടിയിൽ നിന്നോ അല്ലെങ്കിൽ പശുക്കളെ അഴിച്ചു കെട്ടിയോ ഒക്കെ നമുക്ക് അവയുടെ വയറ് നിറയ്ക്കുവാൻ സാധിക്കും. എന്നാൽ ഈ എണ്ണം കൂടുതൽ വളർത്തുന്ന ക്ഷീരകർഷകരെ സംബന്ധിച്ച് അത്രയും പശുക്കളുടെയും വയറ് നിറയ്ക്കുവാൻ വേണ്ടിയിട്ട് പുല്ല് സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് വേനൽക്കാലത്തൊക്കെ പുല്ല് കിട്ടാൻ വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ഭാഗത്തൊക്കെ. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ചോളത്തണ്ടിനെ ആശ്രയിച്ചേ മതിയാവും. അപ്പം നമ്മളൊക്കെ ദിനം പ്രതി ഇത്ര കെട്ട് വീതം ചോളത്തണ്ട് ഇറക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതുപോലെ തന്നെ കാലിത്തീറ്റയും ഈ പശുക്കളുടെ എണ്ണത്തിന് അനുസരിച്ച് ക്രമാതീതമായിട്ട് ചാക്കുകളുടെ എണ്ണം കൂടുതൽ ഇറക്കേണ്ട സാഹചര്യവും നമുക്ക് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മളത് ഒറ്റയ്ക്ക് ഇറക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടനിലക്കാർക്ക് അവർ പറയുന്ന വിലയ്ക്ക് നമ്മൾ അത്തരത്തിലെടുക്കുമ്പം ആ തുകയും കൂടെ കൂട്ടിക്കൊടുക്കുമ്പോൾ ഈ ചിലവ് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ
ഓരോ കർഷകരായിട്ട് വാങ്ങുമ്പോൾ നമ്മളെ സംബന്ധിച്ച് അത് വലിയൊരു നഷ്ടം തന്നെയായിരുന്നു. പക്ഷേ അതേസമയം ഈ സംഘത്തിൽ കൂടിയതിന് ശേഷം നമ്മൾ സംഘത്തിലെ 12 കർഷകർക്കും കാലിത്തീറ്റ, പിണ്ണാക്ക്, ചോളത്തണ്ട് അത്തരത്തിലുള്ള തീറ്റകൾ എത്ര ക്വാണ്ടിറ്റി ആണോ വേണ്ടത് ആ ക്വാണ്ടിറ്റി മൊത്തത്തിലായിട്ട് നമ്മൾ ഒറ്റ ഓർഡർ സംഘത്തിൻ്റെ പേരിൽ കൊടുത്തിട്ടാണ് കർഷകരിൽ നിന്നും അല്ലെങ്കിൽ ഇത് കിട്ടുന്ന ഇടങ്ങളിൽ നിന്നും നമ്മളിത് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഇത്തരത്തിൽ ബൾക്ക് ക്വാണ്ടിറ്റി ആയിട്ട് പർച്ചേസ് ചെയ്യുന്ന സാഹചര്യത്തിൽ നമുക്കിത് വില കുറച്ച് കിട്ടുകയും ആ വില കുറച്ച് കിട്ടുന്ന തീറ്റ വസ്തുക്കൾ നമ്മൾ സംഘത്തിലേക്ക് ഒരു മാർജിൻ എടുത്തതിന് ശേഷം അത് നമ്മുടെ ക്ഷീരസംഘത്തിലെ കർഷകർക്ക് ലഭ്യമാക്കുകയുമാണ് നിലവിൽ ചെയ്തു വരുന്നത്. അപ്പോൾ ഈ ഒരു മാർജിൻ സംഘത്തിലേക്ക് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ സംഘത്തിൻ്റെ പ്രവർത്തന ലാഭമായിട്ടാണ് കണക്കാക്കുന്നതെങ്കിൽ കൂടിയും നമ്മൾ ഓരോ കർഷകരും ഇപ്പോൾ 12 കർഷകർക്കും വ്യത്യസ്ത തരത്തിലുള്ള എണ്ണമാണ് അവരവരുടെ ഫാമുകളിൽ പശുക്കളുള്ളത്. അപ്പം അവർക്ക് വ്യത്യസ്ത തരത്തിലുള്ള ക്വാണ്ടിറ്റിയിലുള്ള തീറ്റ വസ്തുക്കളാണ് ഓരോന്നും നമ്മൾ പർച്ചേസ് ചെയ്യാറ്. അപ്പം അതാത് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചുള്ള അനുസരിച്ചുള്ള മാർജിനാണ് കണക്കാക്കി എടുക്കുന്നത്. അപ്പോൾ ഈ മാർജിൻ എന്ന് പറയുന്നത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ സംഘത്തിൻ്റെ മൊത്തത്തിലുള്ള പ്രവർത്തന ലാഭമായിട്ടാണ് കണക്കാക്കുന്നതെങ്കിൽ കൂടിയും കണക്കുകൾ കൈകാര്യം ചെയ്യുമ്പോൾ അത് കണക്ക് സൂക്ഷിക്കുമ്പോൾ ഓരോ അംഗങ്ങളുടെയും മാർജിൻ അതാത് സംഘാംഗങ്ങളുടെ പ്രവർത്തന ലാഭമായിട്ടാണ് അവരുടെ സമ്പാദ്യം അല്ലെങ്കിൽ ലാഭവിഹിതമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇത്തരത്തിൽ നമ്മൾ തീറ്റ വസ്തുക്കൾ നമുക്ക് ലഭ്യമായി തുടങ്ങിയപ്പോൾ നമുക്ക് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു തുക തന്നെ നമുക്ക് ഈ തീറ്റ ചെലവിൽ കുറവ് വരുത്തുവാൻ സാധിക്കുകയും അത് നമുക്ക് മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടും അല്ലെങ്കിൽ വലിയൊരു നഷ്ടത്തിലേക്ക് പോവാത്ത രീതിയിൽ നമുക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇപ്പം സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ളൊരു ഗുണം മാത്രമല്ല, ഒരുപക്ഷെ അത് ഉണ്ടെങ്കിൽ കൂടിയും മറുവശം ചിന്തിക്കുമ്പോൾ നമുക്ക് ഈ 12 കർഷകരും 12 പേർക്കും എപ്പം എന്തൊരാവശ്യം വരുന്നുവോ അത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു പശു പ്രസവിക്കുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു പശു വീണ് പോകുന്ന സാഹചര്യത്തിൽ അതുമെല്ലാം ഇപ്പം നമ്മളെവിടെയെങ്കിലും നമുക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ പാലൊന്ന് സൊസൈറ്റിയിൽ കൊണ്ടുപോയി അളക്കണമെങ്കിലോ അത്തരത്തിൽ ഉള്ള എന്ത് അവസരങ്ങളിലാണെങ്കിൽ പോലും രാവെന്നോ പകലെന്നോ ഇല്ലാതെ ഈ 12 പേരും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിച്ചും പരസ്പരം വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചും വിവരങ്ങൾ തിരക്കിയും ഒക്കെ ഒരേ ഒപ്പം മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് നമുക്ക് നിലവിലുള്ളത്. അതുപോലെ തന്നെ ഞങ്ങൾ 24 പേരും ചേർന്നിട്ട് ഞങ്ങൾക്ക് മാസം നമ്മൾ സാധാ സ്വാശ്രയ സംഘത്തിൽ നമ്മൾ സമ്പാദ്യം എടുക്കുന്നത് പോലെ 1000 രൂപ വെച്ച് നമ്മൾ സമ്പാദ്യം എടുക്കാറുണ്ട്. ഈ സമ്പാദ്യത്തിൻ്റെ തുകയും അതുപോലെ തന്നെ ഈ ലാഭവിഹിതവും ചേർത്തിട്ട് നമ്മളിപ്പം കുറച്ച് സ്ഥലം പാട്ടത്തിനെടുത്തിട്ട് നമ്മൾ നെൽകൃഷി തുടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ ആദ്യത്തെ ഒരു ശ്രമമാണ്. വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെ നമ്മളത് ഓരോ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ഓരോ ദിവസവും അതിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി വേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്ത് നമ്മളത് പരിപാലിച്ച് പോരുന്നുണ്ട്. അപ്പം ഞാൻ ഇത്തരം വിവരങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ഒരു മേഖലയിൽ ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഇത് നമുക്ക് ഇട്ടെറിഞ്ഞ് പോകാൻ വളരെ എളുപ്പമാണ്, നഷ്ടമാണെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഒരു വശം ചിന്തിക്കുമ്പോൾ നമുക്ക് 365 ദിവസവും കൃത്യമായ ഒരു വരുമാനം ലഭിക്കുന്ന ഒരു കാർഷിക വൃത്തിയാണ്. അല്ലെങ്കിൽ മറ്റേതൊരു ജോബിനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന പാല് നമുക്ക് സെയിലാക്കാൻ വേണ്ടിയിട്ട് വേറൊരു മാർക്കറ്റ് തേടി പോകേണ്ട ഒരു സാഹചര്യമോ എന്ത് പ്രതിസന്ധി വന്നാലും ഇതിന് മാർക്കറ്റ് ഉണ്ടാവും എന്നുള്ളൊരു ഉറപ്പും നമുക്കുള്ളിടത്തോളം കാലം നമുക്ക് ധൈര്യമായിട്ട് ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. 100 രൂപയെങ്കിൽ 100 രൂപ കൃത്യമായും നമുക്ക് വരുമാനം ലഭിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയും ഉറപ്പും നമുക്ക് ഈ ഒരു മേഖലയെ സംബന്ധിച്ചുണ്ട്. അപ്പം ഈ ഒരു മേഖലയുമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു ക്ഷീരമേഖലയുമായി ബന്ധപ്പെട്ട് ഇത് നിർത്താതെ മുന്നോട്ട് തുടർന്ന് പോകുവാൻ താല്പര്യമുള്ള എൻ്റെ ക്ഷീരകർഷക സുഹൃത്തുക്കൾക്ക് ഞങ്ങളുടെ ഈ ഒരു കൂട്ടായ്മയെ ഒരു മാതൃകയാക്കി നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ചേർന്ന് ഇത്തരത്തിലുള്ള സംഘങ്ങൾ രൂപീകരിക്കുന്നതിനും ഇതുപോലെ നല്ല രീതിയിൽ മുന്നോട്ട് സഹകരിച്ച് പോകുന്നതിനും ഒരു മാതൃകയാകുക അല്ലെങ്കിൽ ഒരു പ്രചോദനമാകട്ടെ എന്ന് കരുതിക്കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിലെ വിവരങ്ങളും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് പരമാവധി ഇത് എത്തിക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ആശയത്തോടുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളുടെ കമൻറ്റുകളിലൂടെ രേഖപ്പെടുത്താവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.